ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ടെറർ എക്സ്പെക്ടേഷൻ. അപ്പൊ ഇന്ന് നമ്മളൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഡീപ്പ് ഫീലിങ്സ് എന്താണ് എന്നതിനെ കുറിച്ച് ആൻഡ് മെയിൻ ടെറോയിൽ നിന്നാണ് ഞാൻ ഇന്ന് റീഡിങ്സ് എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ്ങോ എനർജൈസ്ഡ് ക്രിസ്റ്റൽസോ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് പേഴ്സണലൈസ്ഡ് റീഡിങ്ങിൽ കിട്ടും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇറ്റ് മേ ഓർ മേ നോട്ട് റെസണേറ്റ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നെ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള പ്രോബ്ലംസിന് ഒരു ഇൻസൈറ്റ് കിട്ടട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കളക്റ്റീവ് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us. Deep feelings of their person. Angels please guide us. Clarify. അത് തന്നെ വെരി ബ്യൂട്ടിഫുൾ ഫോർ എ വോൺസ് കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ ഒരു പേഴ്സൺ റിയലി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു സമയം, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ റിയലി 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 നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഫ്രം ബോട്ടം ഓഫ് ദെയർ ഹാർട്ട്. അല്ലെങ്കിൽ ഈ പേഴ്സൺ പാസ്റ്റിലും ആകാം. സോ ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുമാകാം, അല്ലെങ്കിൽ പ്രസന്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് അവർ കാണുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് മാരേജ്, റിലേഷൻഷിപ്പ്, സ്റ്റെബിലിറ്റി. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ടെററിൽ ഒരു ആർച്ച് അങ്ങനത്തെ സംഭവങ്ങൾ വരികയാണെങ്കിൽ പ്രപ്പോസിങ്, മാരേജ്, അല്ലെങ്കിൽ അതിലേക്ക് ഹെഡ് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ എന്നൊക്കെയാണ് നമ്മൾ പറയുക. സോ എന്താണെങ്കിലും നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങൾ ഈ ഒരു വീഡിയോ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു പോസിറ്റീവ് ഒമൻ വരാൻ പോകുന്നു എന്നത് തന്നെയാണ്. ബിക്കോസ് ഫസ്റ്റ് ജമ്പ് ഔട്ട് ചെയ്ത കാർഡ് എന്ന് പറയുന്നത് തന്നെ റിയലി റിയലി പോസിറ്റീവ്. സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡീപ്പർ കണക്ഷൻ വാവ് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത്. ആൻഡ് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നാണ് കാണുന്നത്. ആൻഡ് സംഭവം ഈ കാർഡ് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ ചിലപ്പോൾ മാട്രിമോണിയിൽ മീറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ സംഭവം ഏതെങ്കിലും സോഷ്യൽ ഇവന്റ് അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ് വഴി നിങ്ങൾ മീറ്റ് ചെയ്തതായിരിക്കാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്തത് ഒരു സംഭവമാണ് എന്നതാണ് എനിക്ക് പറയാൻ സാധിക്കുക. അതിൽ നിന്ന് നിങ്ങളിങ്ങനെ പ്രേമിച്ച് 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 അങ്ങനെ ഒരു കണക്ഷൻ വന്നതാണ്. അല്ലെങ്കിൽ ഫ്രണ്ടായി, ഇപ്പം നിങ്ങൾ സംസാരിച്ചു, കംഫർട്ടബിൾ ആയി, ആ ഒരു വൈബ് നിങ്ങൾ തമ്മിൽ കിട്ടി. അതിനുശേഷം നിങ്ങൾ ഒരു എന്താണെന്നറിയില്ല, കൈൻഡ് ഓഫ് എ കെമിസ്ട്രി വർക്ക്ഔട്ട്, അങ്ങനെയുള്ളൊരു രീതിയിലെ റിലേഷൻഷിപ്പ് ആണെന്നാണ് ഞാനത് കാണുന്നത്. ആൻഡ് ഈ ഒരു 9 ഓഫ് കപ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുവോ അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുമായിരിക്കും, പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരിക്കും, ദേഷ്യത്തിലല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമായിരിക്കുമെങ്കിലും ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണുള്ളത്. അല്ലെങ്കിൽ അവർ നിങ്ങളെ തീർച്ചയായും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, എൻ്റെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ഇതെന്ന്, അതുപോലെ അവരുടെ മനസ്സിൽ അവരുടെ ഏറ്റവും നല്ല തീരുമാനമാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആയിരുന്നു നിങ്ങൾ എന്നുള്ളൊരു തോട്ടാണ്. ഈവൻ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ലവർ അല്ല, ഈവൻ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ തുറന്ന് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ മീൻ ഇറ്റ്. അത്രയ്ക്കും ഡീപ്പർ ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിച്ചിരുന്നു എന്ന കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഓരോ പ്രവൃത്തിയിലും ഓരോ എഫേർട്ടിലും അവർ വളരെയധികം ഇംപ്രസ്ഡ് ആയിരുന്നു എന്നും ഇതിനകത്ത് എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കംപ്ലീറ്റ്നെസ് ആണ് ഈ 9 ഓഫ് കപ്സ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് കൈൻഡ് ഓഫ് ഒരു കംപ്ലീഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നത് പോലെയും എനിക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് us. ഈ പേഴ്സന്റെ ട്രോമ, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു, ആ കാര്യങ്ങളെയൊക്കെ റിലീസ് ചെയ്യാൻ നിങ്ങൾ സഹായിച്ചു എന്ന ഈ പേഴ്സൺ, അതിന് നിങ്ങൾ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യം ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അത് ചെറുതായി തോന്നാം, പക്ഷെ ഈ പേഴ്സണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യത്തിലും, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ അവരടുത്ത് പറയുന്നില്ലായിരിക്കും, പക്ഷെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്.
പലപ്പോഴും ഈ ഒരു പേഴ്സന്റെ കരിയർ നന്നാക്കാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സ്റ്റെബിലിറ്റി പോലും പലപ്പോഴും നിങ്ങൾ കളഞ്ഞവരുടെ കൂടെ നിന്നിട്ടുണ്ട് എന്ന കൈൻഡ് ഓഫ് വൈബ്രേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്ത് ഈ ഒരു പേഴ്സണിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിന്നോ. പക്ഷെ നിങ്ങൾ ഇത്രത്തോളം അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ആ പേഴ്സണിനടുത്ത് നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ബിക്കോസ് നമ്മൾ വേണമെന്നുള്ളവർ ശരിയാണ്, നമ്മൾ അവർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. പക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കുന്നു, ആ വൈബ്രേഷൻ ഇങ്ങോട്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന എനർജി നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടിയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. എനർജി എല്ലാവർക്കും വേണ്ട. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, അവർ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഒരു എനർജി വാമ്പയർ ആകരുത്. കാരണം എപ്പോഴും നിങ്ങളുടെ എനർജിയെ മാത്രം ഡ്രെയിൻഡ് ഔട്ട് ചെയ്തിട്ട് അവരെ വളരുകയല്ല വേണ്ടത്. നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് അവർ നിങ്ങളെ ഒപ്പം പിടിക്കുന്നുണ്ടോ എന്ന രീതിയിൽ നോക്കുക. അല്ലെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആവും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ എനർജി ഡ്രെയിനായി നിങ്ങളൊരു ടോക്സിക് കണക്ഷനിലേക്ക് പോകുന്ന പോലെ ആയിപ്പോൾ. സോ അതുപോലെ തന്നെ നിങ്ങൾ ഓവർലി നിങ്ങളുടെ പേഴ്സണെ ഒരിക്കലും ഇങ്ങനെ ആക്കരുത്. കാരണം കുറെ കഴിയുമ്പോഴത്തേക്ക് എന്നെ അറിയാലോ, ഞാൻ എങ്ങനെയാണെന്ന് അറിയാലോ, ചെയ്തോളും, അങ്ങനെ ചെയ്തെന്നോളും, എനിക്ക് തന്നോളും, അങ്ങനെയുള്ളൊരു ഇതുണ്ടാക്കിയെടുക്കരുത്. അവർ നിങ്ങളടുത്ത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കുക, അമിതമായി കൊടുക്കില്ല. കേട്ടില്ല, അമിതമായാലും അമൃതം വിഷമെന്ന്. സോ നിങ്ങൾ ഈ അമിതമായിട്ടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ അവരെ ഇരുത്തരുത്. നിങ്ങൾ കൊടുക്കുക, സ്നേഹം കൊടുക്കുക ഇല്ലെന്നല്ല, പക്ഷെ റിസീവ് ആകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ, ചില ആൾക്കാർക്ക് അത് മനസ്സിലാവും, പക്ഷെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹേർട്ട് ആവുന്നതായിട്ടും ബ്ലോക്ക് ആവുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചില ആൾക്കാർ പറയുന്നുണ്ട്, വാവ് ബ്യൂട്ടിഫുൾ കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ. ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷനിലായിരിക്കാം. പക്ഷെ ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ നിൽക്കുന്നവർക്കറിയാം ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒരിക്കലും ഈസി അല്ല. പല ആൾക്കാർ എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സോൾമേറ്റ് കണക്ഷൻ കിട്ടിയാൽ മതിയായിരിക്കും, ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ വേണ്ട. ബിക്കോസ് അവർ ട്വിൻ ഫ്ലെയിമിന്റെ ആ ഒരു കഷ്ടത അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ റിലീജിയസ് ആയിട്ട് പറയുന്നല്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ശിവശക്തി കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എനർജി ബാലൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ദൈവം പോലും തന്റെ പ്രണയത്തിന് വേണ്ടി തപസ് ചെയ്തു കരഞ്ഞു എന്ന കൈൻഡ് ഓഫ് ഇതാണ് നമുക്ക് കാണുന്നത്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പുരാണങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോറി, ഞാൻ റിലീജിയസ് ബേസിൽ പറയുന്നതല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളെന്ന് പറയുന്നത് വെറും മനുഷ്യരാണ് അല്ലെ. അപ്പൊ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. പല ആൾക്കാരും പറയുന്നുണ്ട് ട്വിൻ ഫ്ലെയിം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. മീറ്റ് ചെയ്തവർക്കറിയാം അവരെന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഓക്കെ, Angels, please guide us. Clarification. ഇവരെന്താണ് ചിന്തിക്കുന്നത് ഇവരെ കുറിച്ച്? More clarification. Angels, please guide us. And ഈ ഒരു ലവർ കാർഡ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. കാരണം മാലാഖകൾ നിങ്ങൾക്ക് സന്ദേശം തരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മേ ബി കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളും കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും എന്നതിനെ കുറിച്ചാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ പ്രണയിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, പക്ഷെ അല്ലാത്ത കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെയോ കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ പുറത്ത് പോകുന്ന കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ മേ ബി ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലെ കാണുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ദയവേത് നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പൊ നിങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു കഴിഞ്ഞ നിങ്ങൾ കണ്ടില്ല ഈ ഒരു പിക്ചർ അനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇമോഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇതേ കപ്പ് നിറഞ്ഞൊഴുകുന്ന ഇമോഷൻ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ അനാവശ്യം ഈഗോ, സ്ട്രിക്റ്റ്, ഈ പിടിവാശി നടത്തുന്നതായിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു സ്വഭാവമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ഇവിടെ ചീറ്റിംഗ് എനർജി ഉണ്ട് എന്നതല്ല. ചില അനാവശ്യ വാശികൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ, അതങ്ങ് വിട്ട് തന്നാൽ എന്തായിരുന്നു എന്ന രീതിയിൽ. ഓക്കെ, കുറച്ച് കാർഡ്സ് താഴെ വീണു, നമുക്കത് എടുക്കാം. 1 minute. ഓക്കെ, ശരിയാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് എന്നതാണ് കാണുന്നത്. കുറെ കാർഡ്സ് താഴെ വീണു കേട്ടോ ഒരുമിച്ച്. അപ്പൊ ആ കാർഡ്സ് ഒക്കെ ഞാൻ വെക്കാം, എന്നിട്ട് പറയാം. ഓക്കെ, ഇത്രയും കാർഡ്സ് ആണ് വീണത്. ഓക്കെ, ഹെറഫന്റ്, സോറി, ഹെർമിറ്റ്, 4 of Swords. ഓക്കെ, യെസ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാല്,
നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ബിലീവ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ കർമ്മയെ വിശ്വസിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കർമ്മ നല്ലതാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് എനിക്കിതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് റെസ്പെക്ട് വന്നത്, അല്ലെങ്കിൽ ഇന്ന് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ സോഫ്റ്റ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഇവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള അവർക്ക് സപ്പോർട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തു എന്നതിന്റെ റെസ്പെക്ട് നിങ്ങൾക്ക് തിരിച്ചുടനെ തന്നെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ അത് കിട്ടുമെന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ മേ ബി ഇത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത കാര്യമായിരിക്കാം. ഓക്കെ, സോ പ്രസന്റ് ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അംഗീകാരങ്ങളും റെസ്പെക്റ്റും കിട്ടും എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഓക്കെ, ഇത് തികച്ചും അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ലവ് ലൈഫ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഈ ഒരു റെസ്പെക്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കിട്ടും. കാരണം എനിക്കറിയില്ല, പക്ഷെ ഇതിനകത്ത് എനിക്ക് കാണിക്കുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ പോസിറ്റീവ് കർമാസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു നിങ്ങൾ എന്തോ പോസിറ്റീവ് കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം കൈൻഡ് ഓഫ് ഒരു ബ്യൂട്ടിഫുൾ ലവ് എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഞാനത് കാണുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കുക. ഓക്കെ, ഓപ്പൺ ഹാർട്ടായിട്ടിരിക്കുക. ഈ യൂണിവേഴ്സ് തരുന്ന ഈ ഒരു ലൈറ്റിനെ നിങ്ങൾ റിസീവ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇത് വേണം, നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തികളാണ്. ശരിയായിരിക്കും, നിങ്ങൾ വളരെയധികം എനിക്ക് അവിടുന്ന് സ്നേഹം കിട്ടുന്നില്ല, ഇവിടുന്ന് സ്നേഹം കിട്ടുന്നില്ല, കൈൻഡ് ഓഫ് ഇമ്പൾസീവ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട സന്ദർഭത്തിൽ, കിട്ടേണ്ട രീതിയിൽ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ലവ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഹാൻഡിൽ പോലും ചെയ്യാൻ സാധിക്കില്ല ഗൈസ്. കാരണം അത്രത്തോളം കർമ്മ നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ സംബഡി ഈസ് കമ്മിങ് ടുവേർഡ്സ് യു. അത് ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകാം. someone is coming, മേ ബി എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. പക്ഷെ ഇത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചാലും നിങ്ങളെ തേടി വരുന്ന കൈൻഡ് ഓഫ് കണക്ഷൻ ആണ് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ പരസ്പരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് ട്വിൻ ഫ്ലെയിം സ്പാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് സ്പാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇവരുടെ എന്ത് രീതി ഉണ്ടെങ്കിലും നിങ്ങളും നിങ്ങളുടെ എന്ത് രീതി ഉണ്ടെങ്കിലും അവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ചിലപ്പോൾ മറ്റൊരാളുടെ കണ്ണിൽ ഫുൾ റിജക്ഷൻ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇവരുടെ പോസിറ്റിവിറ്റിയും ഇവർക്ക് നിങ്ങളുടെ പോസിറ്റിവിറ്റിയും തമ്മിൽ കാണാൻ സാധിക്കും എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ശരിയായിരിക്കാം, നിങ്ങളുടെ ഇടയിൽ ഒത്തിരി തേർഡ് ഫാക്ടർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കണക്ഷനെ അത്ര വേഗമൊന്നും പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന് ആ തേർഡ് പാർട്ടിക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. ഓക്കെ, ഈവൻ ഏതൊരു കണക്ഷനിലാണെങ്കിലും അവർ വേറെ ഏത് കണക്ഷനിലാണെങ്കിലും അവരവിടെ സ്റ്റക്ക് എനർജി അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് എനർജി മാത്രമേ ഫീൽ ചെയ്യുകയുള്ളൂ. അവർക്ക് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്നേ പറ്റൂ. ബിക്കോസ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹോൾ കർമ്മ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ പേഴ്സണെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഈ പേഴ്സന്റെ കർമ്മ ക്ലിയർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ആരായാലും ആ വ്യക്തി വളരെയധികം ചാമിങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, നല്ല കഴിവുള്ള വ്യക്തിയായിരിക്കും എന്നാണ് എനിക്കത്. അതുപോലെ തന്നെ ഫിസിക് ഒരു നല്ല രീതിയിലുള്ള വ്യക്തിയായിരിക്കും എന്ന് ഇതിനകത്ത് കാണുന്നു. ദാറ്റ് മീൻസ് ഈ പേഴ്സൺ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ശരിയാണ്, പ്രണയിക്കുമ്പോൾ കണ്ണും കാതും മൂക്കൊന്നുമില്ല, നമ്മുടെ പേഴ്സൺ നമുക്ക് അട്രാക്റ്റീവ് ആണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊതുവെ ഈ പേഴ്സൺ അട്രാക്റ്റീവ് ആയിട്ടുള്ള നേച്ചർ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. മേ ബി എല്ലാവരോടും സംസാരിക്കാൻ കഴിവുള്ള, ഇല്ലെങ്കിൽ മേ ബി സൗന്ദര്യം അല്ലെങ്കിൽ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ കർമ്മ കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ കാണുന്ന മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് നിങ്ങളുടെ പാർട്ട്ണർ ഫൈനലൈസ്ഡ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിനു വേണ്ടി സെർച്ച് ചെയ്യുകയാണ്. എന്റെ അഭിപ്രായത്തിൽ വിത്തിൻ 3 to 4 months നിങ്ങൾക്ക് നിങ്ങളുടെ ലവർ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് വിവാഹം കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺഫേം ആകും. അതിലുള്ള മെസ്സേജസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതുപോലെ പല കൈൻഡ് ഓഫ് കാർമിക് റിലേഷൻഷിപ്പുകൾ നിങ്ങൾ കിടക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിറ്റാച്ച് ആവാം. ബിക്കോസ് ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഹാളില് ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ അവിടെ നമ്മൾ അതിനെ അലങ്കരിക്കണം അല്ലെ. അപ്പൊ അതിനെ അലങ്കരിക്കണമെങ്കിൽ ആദ്യം ആ ഹാള് വൃത്തിയാക്കണം അല്ലെ.
വൃത്തിയാക്കിയിട്ട് അലങ്കരിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാതെ വൃത്തികേടിൽ അലങ്കരിച്ചിട്ട് കാര്യമില്ല. സോ ഈ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ക്ലെൻസ്. നിങ്ങൾ ആദ്യം ക്ലെൻസ് ആവുക, നിങ്ങളുടെ ട്രോമാസ് ക്ലെൻസ് ആവുക. ഞാൻ പറയുന്ന കേൾക്കൂ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ട്രോമാസിനെ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പുതിയ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അതിനകത്ത് കയറ്റാൻ സാധിക്കുക. നിങ്ങൾ പിന്നെയും പിന്നെയും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ മേ ബി കൈൻഡ് ഓഫ് കാർമിക് റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഈ എനർജി എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഇതെനിക്ക് റെസൊണേറ്റ് ആകുന്നില്ലല്ലോ എന്ന രീതി പറയുകയാണ് എങ്കിൽ അത് ലുക്ക്, ഓരോ ആൾക്കാർ ഓരോ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അതുപോലൊരു കാര്യം മനസ്സിലാക്കുക, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും, പ്രെയർ വർക്ക് ചെയ്യും, ടാരറ്റ് റീഡിങ്ങും വർക്ക് ചെയ്യും. ഓക്കെ, അതിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫലം ഉണ്ടാകും. ബിക്കോസ് വൈ നിങ്ങൾ തിരിച്ച് ഇത് കാണാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ വൈ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നു, വൈ യു ആർ സെർച്ചിങ് ഫോർ ദാറ്റ്, ബിക്കോസ് ദിസ് ഇസ് ഹാപ്പനിങ്. നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മൾ എടുക്കുന്നത്, നമ്മളെ കേൾക്കുന്ന വ്യക്തികളുടെ എനർജീസ് ആണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു റീഡിങ്ങിൽ നമുക്ക് ആ ഒരു ആക്യുറസി തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിമർശിക്കാനാണെങ്കിൽ നമുക്ക് നമ്മുടെ ലവിനെ കുറിച്ച് വിമർശിക്കാം. ബിക്കോസ് അവരുടെ ഡീപ്പ് ഫീലിങ്സ്, ഇപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഡീപ്പ് ഫീലിംഗ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കില്ലേ, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് വേറെ ആയിരിക്കില്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും. ഓക്കെ, ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഡീപ്പ് ഫീലിംഗ് ഉണ്ട്. ഒന്നുകിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ സ്റ്റിൽ ഉണ്ട്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഭയങ്കരമായി അബണ്ടൻസ് ലവില് ഉള്ള വ്യക്തികളാണെന്നതാണ് കാണുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ അങ്ങ് റിലീസ് ചെയ്ത് കളയൂ, ലെറ്റ് ഗോ ചെയ്യൂ. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ലവ്, നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് കാണുന്ന ലവ് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് us. Furthermore messages. പേഷ്യൻസോടുകൂടി ഇരിക്കുക, നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നതാണ്. യെസ്, നിങ്ങളുടെ ഡയറക്ഷൻ തെറ്റാണെങ്കിൽ നല്ല ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലവ്, അത് നിങ്ങൾ ഡിസേർവ്ഡ് ആയിട്ടുള്ള ലവ് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുമെന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ചില ആൾക്കാർക്ക് വേണ്ടി ഭൂമിയോളം താഴ്ന്നു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അവരുടെ പല പല മിസ്റ്റേക്കുകൾ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സമയമായി എന്നാണ് കാണുന്നത്. ഈ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് സ്പീഡപ്പ് ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്ലെൻസ് ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണം ആൻഡ് ഈ ഒരു വൈബ്രേഷനിലേക്ക് എത്തിച്ചു ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ്, ബിക്കോസ് മാനിഫെസ്റ്റേഷൻ വർക്ക്സ്. നിങ്ങളുടെ ഹോപ്പ് നിങ്ങൾ വിടുമ്പോൾ അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ആ ഒരു എനർജി പോകുന്നത്. യൂണിവേഴ്സിന്റെ പ്രോസസ്സുകൾ എല്ലാം സ്ലോ ആണ്. ഓക്കെ, സോ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ യൂണിവേഴ്സിന്റെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുടനീളം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് സച്ച് എ ബ്യൂട്ടിഫുൾ പോസിറ്റീവ് എനർജി ഇത് എല്ലാവരുടെ ലൈഫിലും വരട്ടെ. ബിക്കോസ് അൾട്ടിമേറ്റ് റെയിൻബോ ബ്യൂട്ടിഫുൾ കാർഡാണിത്. നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വേണ്ടത്, ദാറ്റ് ഇസ് ഗെറ്റിംഗ്. അത് നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങളിൽ വന്നു ചേരും വിത്തിൻ 3 to 4 months. ഓക്കെ, 3 to 4 weeks അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വിത്തിൻ, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. വൈ ഞാൻ ഈ ഒരു 10 എടുത്തില്ല എന്നത്, ബിക്കോസ് നമുക്ക് നേരത്തെ തന്നെ കൈൻഡ് ഓഫ് ഒരു ഡേറ്റ് യൂണിവേഴ്സ് പറഞ്ഞു തന്നിരുന്നു. ദാറ്റ്സ് വൈ ഞാൻ ഈ കാർഡിൽ 10 എടുത്തില്ല. ബിക്കോസ് 10 months ഇനി നിങ്ങൾക്കില്ല, നിങ്ങൾ അത്രത്തോളം സഹിച്ചു, സാക്രിഫൈസ് ചെയ്തു, ആൻഡ് ദിസ് എനർജി ഈസ് റിയലി കമ്മിങ് ടുവേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ യു ആർ ട്രൂലി ബ്ലെസ്ഡ്. ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷെയർ റീഡിംഗ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ബൈ ബൈ.